Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ശിമയോൻ എന്ന മഹാത്മാവ് പരിശുദ്ധ മറിയത്തിന്റെ കൈകളിൽ നിന്ന് ഉണ്ണിയേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: ഈ ശിശു അനേകരുടെ വീഴ്ചയ്ക്കും ഉയർത്തെഴുന്നേൽപ്പിനും കാരണമായിട്ട് മാറും. ഈ ശിശു ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. യേശു ക്രിസ്തു ഇന്നും വിവാദ വിഷയമായ ഒരു അടയാളം തന്നെയാ. ലോകത്തിന്റെ മുൻപിൽ കുരിശ് ഉയർന്നു നിൽക്കുകയാ. കുരിശിൽ മരിച്ചവൻ ഉയർന്നു നിൽക്കുകയാ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഭോഷത്വമാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. മുറിവേറ്റ ക്രിസ്തു, സഹിച്ച ക്രിസ്തു. ജീവിതത്തിൽ പലപ്പോഴും എല്ലാവരും വിചാരിച്ചു യേശു പരാജയപ്പെടും, തോറ്റുപോകുമെന്ന്. പ്രത്യേകിച്ച് യേശുവിനെ കുരിശിൽ തറച്ചു കഴിഞ്ഞപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത പുരോഹിതന്മാർ, ജനപ്രമാണികൾ, നീതിജ്ഞർ, യേശുവിനെ ക്രൂരമായി പീഡിപ്പിച്ച റോമൻ പടയാളികൾ, അവരൊക്കെ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നന്നായിട്ട് ആഹ്ലാദിച്ചു, ആർത്തു വിളിച്ചു. ക്രൂശിൽ ക്രിസ്തു മരിച്ചു കഴിയുമ്പോൾ ഈ കുരിശിൽ എല്ലാം അവസാനിക്കാൻ പോകുകയാണ്. ഇനി യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ ദൈവപുത്രൻ്റെ അധ്യായം ഈ കുരിശിൽ തീർന്നു പോകുമെന്ന് അവർ ചിന്തിച്ചു. പക്ഷേ കുരിശിൽ മരിച്ചവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് വിജയത്തിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിൽ അവൻ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ, നൊമ്പരപ്പെടുന്നവരെ, വേദനിക്കുന്നവരെ, ഹൃദയം തകർന്നവരെ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കുക. നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. സഹിക്കുന്ന ഓരോ വ്യക്തിയെയും യേശു ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. നിന്റെ കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് യേശുവിൻ്റെ മുൻപിലുണ്ട്. അവിടുന്ന് അവയെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. നീ നൊമ്പരപ്പെട്ട് ഒന്ന് ദീർഘനിശ്വാസം വിടുമ്പോൾ ഓർത്തുകൊള്ളുക, ആ ഹൃദയത്തിൻ്റെ നൊമ്പരം കർത്താവിൻ്റെ തിരുമുമ്പിൽ എത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാനൊരു 2.5 വർഷമായിട്ട് ഇവിടെ കൃത്യമായിട്ട് എല്ലാ ശനിയാഴ്ചയും വരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം വന്ന ആഴ്ചയിൽ തന്നെ എനിക്ക് സർവീസിൽ നിന്ന് പെൻഷനായി എൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് ഇച്ചിരി വയ്യായിരുന്നു. ഞാൻ ആദ്യ ആഴ്ചയിൽ തന്നെ എനിക്ക് അതിന് തീരുമാനമായി. എനിക്ക് ഇവിടെ വന്ന ശേഷം എൻ്റെ ഓർഡർ ആഴ്ചയിൽ തന്നെ എത്തി. അപ്പോൾ അത് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഞാൻ തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും തന്നെ വരും. അപൂർവമായിട്ട് വരാതിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എനിക്കൊരു വിശുദ്ധനാട് സന്ദർശനം നടത്തുവാനൊരു ഭാഗ്യം ദൈവം തന്നു. അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതില്ല. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇവിടെ വന്ന് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഈ ധ്യാനം കൂടിയതിൻ്റെ ഫലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. Oh Jesus, you are my Lord.